ഹലോ, അസ്സാം വലൈക്കും. ഈ ഒരു മുരിഞ്ഞ ടൈപ്പിലുള്ള ഈ ഒരു പപ്സ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളതല്ല എല്ലാവർക്കും അറിയേണ്ട ഒരു റെസിപ്പി. അപ്പം നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, ഷോർട്ടനിങ്ങോ അങ്ങനത്തെ ഒരു ആവശ്യമില്ല, നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മാവാണ് കുഴച്ച് വെക്കേണ്ടത്. അപ്പോൾ ഒരു 3 കപ്പ് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. 3 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ വേണ്ട ഒരു നുള്ള് എന്ന് പറഞ്ഞാൽ നുള്ളന്നായിരിക്കണം, അതിൽ കൂടി പോകാൻ പാടില്ല. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് കേട്ടോ. ഒരു നുള്ള് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര, അതും കൂടി പോകാൻ പാടില്ല, 1 ടീസ്പൂൺ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. സാധാ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്, ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഒന്നുമല്ല, സാധാ പച്ചവെള്ളം. എന്നിട്ട് അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. പിന്നെ ലൂസായി പോകാനും പാടില്ല, അതുപോലെ തന്നെ ടൈറ്റായി പോകാനും പാടില്ല. നല്ല മയത്തിൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ സെയിം പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു പാകത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് എനിക്കൊരു 1.25 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് കേട്ടോ. അതിൽ ചെറിയ മാറ്റം ഉണ്ടാവും, നിങ്ങൾക്ക് ഓരോ പൊടിന്റെ ഇതനുസരിച്ചാണ് വെള്ളത്തിന്റെ അളവ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് എഴുതി കാണിക്കാത്തത്, വെള്ളം എന്ന് മാത്രം പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. സ്റ്റിക്കി പാകമല്ല, എന്നാൽ നമ്മളെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെയാണ്, പൂരിന്റെ പാകത്തിലും അല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ മാറ്റി വെക്കുക. അതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാനൊന്നും വേണ്ട കേട്ടോ. നമ്മളത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ഒരു ബട്ടർ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതവിടെ മൂടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഈ ഒരു അളവിലേക്ക് ഞാൻ എടുക്കുന്ന ബട്ടറിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു 40 ഗ്രാമാണ് കേട്ടോ. 40 ഗ്രാമാണ് ബട്ടർ എടുക്കുന്നത്. 40 ഗ്രാം എന്ന് പറഞ്ഞാൽ ടേബിൾ സ്പൂണിന്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണിന്റെ അടുത്തുണ്ടാവും. 4 ടേബിൾ സ്പൂൺ എടുത്താലും കുഴപ്പമില്ല. ഒരു 4 ടേബിൾ സ്പൂണാണ് നിങ്ങൾ അളക്കുന്നതെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 40 ഗ്രാം ബട്ടർ അൺസോൾട്ടഡ് ആയിരിക്കണം കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തതാണ് കേട്ടോ. വല്ലാണ്ടങ്ങ് തീ കൂട്ടിയിടരുത്, അപ്പം ബട്ടറിന്റെ കളറും മാറും, ടെക്സ്ചറും മാറും. അപ്പം ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മെൽറ്റ് ആയാൽ മതി, അതും ചെറിയ ചൂടിൽ. അപ്പോൾ അതവിടെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച ആ ഒരു മാവ് എടുക്കുക. നമ്മളത് മെൽറ്റ് ആക്കാൻ എടുത്ത സമയം മാത്രമേ ഞാൻ ഈ ഒരു പൊടി വെച്ചിട്ടുള്ളൂ കേട്ടോ, അത്രേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ആ ഒരു 3-4 മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് തന്നെ പൊടി ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തു. ഇതിപ്പോൾ കണ്ടില്ല. ഇനി ഇതിനൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഓരോ പപ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചപ്പാത്തിന്റെ വലുപ്പത്തിലുള്ള കുറച്ചൊരു വലിയ ടൈപ്പിലുള്ള പപ്സാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ചെറുതാണെങ്കിൽ ഇതിനെക്കാട്ടും ചെറുതാക്കുക, അതുപോലെ തന്നെ ഒന്നിച്ച് പരത്തിയിട്ട് മുറിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് ഓരോന്ന് ഞാൻ ഉരുട്ടിയെടുത്തിട്ട് അത് ഒന്ന് പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക. പരത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് മാക്സിമം എത്ര നൈസാക്കി പരത്താൻ പറ്റുമോ അത്രയും നൈസാക്കിയിട്ട് പരത്തിയെടുക്കണേ. അപ്പൊ അതെന്ന് വെച്ചാൽ കീറിപ്പോവാനും പാടില്ല കേട്ടോ. അതുപോലെ ഈ ഒരു ചപ്പാത്തി പരത്തുന്ന സമയത്ത് മടങ്ങിപ്പോവാനും പാടില്ല. അത് രണ്ടുമാണ് ഒന്ന് നോട്ട് ചെയ്യേണ്ടത്. മടങ്ങിപ്പോവാനും പാടില്ല, കീറിപ്പോവാനും പാടില്ല കേട്ടോ. എന്നിട്ട് മാക്സിമം നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ മാക്സിമം നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. മടങ്ങിപ്പോയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ കീറിപ്പോയിട്ടുമില്ല. ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബട്ടർ ഇല്ല, അത് ഒന്ന് ഇതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ടട്ടോ. ഈ ഒരു പൊടി മൊത്തത്തിൽ ഈ ഒരു ബട്ടറിനെ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് മതി. അങ്ങനത്തെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. സ്പൂൺ കൊണ്ടൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് ക്വാണ്ടിറ്റി ആയി പോകും. അപ്പോൾ അതായത് ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. എല്ലായിടത്തും ആക്കി കൊടുത്താൽ മതി. ആ ഒരു ബ്രഷ് കൊണ്ട് തന്നെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഒന്ന് മടക്കി എടുക്കണം. നേർ പകുതിയാക്കിയിട്ട് ഒന്ന് ഇങ്ങനെ മടക്കുക ഒരു ഭാഗത്തുനിന്ന്. എന്നിട്ട് ആ മടക്കിയ ഭാഗമല്ലേ, അവിടെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ബട്ടർ ഇതേപോലെ ഒന്ന് പരട്ടിയിട്ട് നന്നായിട്ട് കുറച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് തന്നെ നല്ല ആ ബ്രഷ് കൊണ്ട് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടേക്കും മടക്കി കൊടുക്കുക. നമ്മൾ സാധാരണ ഒരു സ്ക്വയർ ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ അതാ എല്ലാ ഭാഗത്തും പരത്തിയതിന് ശേഷം ഈ ഒരു ബട്ടർ ഒന്ന് പരട്ടി കൊടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ പപ്സ് ഉണ്ടാക്കാൻ ഇതിനായിട്ട് വാങ്ങുന്ന മാർഗറിനോ അല്ലെങ്കിൽ മാർജറിനോ അല്ലെങ്കിൽ ഷോർട്ടനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് സാധാരണ ചെയ്യുക. ഇത് നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ബട്ടർ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യുക, കുറച്ചും കൂടെ ഹെൽത്തിയാണ്. അപ്പോൾ അതാ 4 ഭാഗവും ഞാൻ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നൈസായിരിക്കും, കാരണം പരത്തിയത് നല്ല നൈസല്ല. അപ്പം മടക്കിയാലും അത്ര തന്നെ ഉണ്ടാവുള്ളൂ, ഒരുപാട് തടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പരത്തിയത് ആദ്യം എടുക്കുക. അപ്പോൾ ഈ ലാസ്റ്റ് പരത്തിയ ഇതാണ്. അപ്പോൾ ആ ലാസ്റ്റ് പരത്തുമ്പോഴത്തേക്ക് ഇതിന് ഒരു കുറഞ്ഞ സമയം ഒരു റെസ്റ്റും കിട്ടും. എന്നിട്ട് ആദ്യം പരത്തിയത് എടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു തടിയതുള്ളൂ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പപ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഓരോന്നായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്ര വലുപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ ഉരുളൊക്കെ കുറച്ച് എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എടുത്തത് മിൻസ്ഡ് ബീഫാണ്, ബ്രസീലിയൻ ബീഫ് ഒന്ന് വേവിച്ച് വെച്ചതാണ്. അതിൽ വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പം ഫില്ലിങ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിൽ ചെയ്യാം. മുട്ടൻ്റെ ഫില്ലിങ്ങോ അല്ലെങ്കിൽ ചിക്കൻ്റെ ഫില്ലിങ്ങോ ഇഷ്ടമുള്ള ഫില്ലിങ് എടുക്കുക. ഇതൊരു അറബിക് സ്റ്റൈലിലുള്ള ആ ഒരു ഫില്ലിങ്ങാണ് ഞാൻ എടുത്തത്. അപ്പൊ ഇനി ഓരോന്നും എടുക്കുക, പപ്സിന്റെ ഓരോ ഷീറ്റ്, എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. സാധാരണ നമ്മളായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന സൈസ് എന്ന് പറയുന്നത് ചപ്പാത്തിന്റെ വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ മാക്സിമം ഒന്ന് കുറച്ചൊരു നൈസായിട്ട് എന്നുവെച്ചാൽ ആദ്യം പരത്തിയ പോലെ അത്രയും നൈസല്ല, എന്നാൽ കുറച്ചൊരു ചപ്പാത്തിന്റെ തടി മതി. ഞാൻ പരത്തിയിട്ട് കാണിച്ചു തരാം.
ആ ഒരു ചപ്പാത്തിൻ്റെ സെയിം തടിയിലാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. ഇപ്പോൾ അതാ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പരത്തി വെച്ചിട്ടുള്ള ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അടിയിൽ എന്തെങ്കിലും ഒരു സോസ് നമ്മൾ പരട്ടണമല്ലോ. അപ്പോൾ ഞാനിവിടെ ക്രീം ചീസാണ് എടുത്തത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ക്രീം ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ മയോണൈസ് തേക്കണമെങ്കിൽ അത് തേക്കാം. ഇനി അത് വേണ്ട, കുറച്ച് കെച്ചപ്പാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ഇതിൽ ഫില്ലിംഗ് വെക്കുന്നതെന്ന് വെച്ചാൽ എന്ത് സ്പ്രെഡ് ചെയ്യണം, എന്ത് ഫില്ലിംഗ് വെക്കണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ചൊക്കെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ കാണിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു പപ്സിൻ്റെ പേസ്ട്രി എങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പോലും ചിലപ്പോൾ ഇനി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ ഇത്രയും പെർഫെക്റ്റ് ആണോ എന്നുള്ളത് സംശയിച്ചു പോകും. അത്ര ഞാൻ ഗ്യാരണ്ടി തരാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ടിപ്പൊക്കെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ ഫസ്റ്റത്തത് ഞാൻ ചീസ് ഒന്നും വെക്കാണ്ട് ഫില്ലിങ് മാത്രം വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഒന്ന് പകുതിയാക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് അറ്റം ഭാഗം മാത്രം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിങ്ങോട്ടേക്കും ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗവും ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഈ മടക്കിയ ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ തിരിച്ചിടുക. ഇതിപ്പോൾ കണ്ടില്ലേ, എന്നാലാണ് ഫില്ലിങ് പുറത്ത് വരാണ്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫില്ലിങ് ചിലപ്പോൾ അതിങ്ങനെ പൊങ്ങണ സമയത്ത് അത് പുറത്തേക്ക് വരും. അപ്പോൾ അത് ആദ്യത്തത് ചീസ് ഇല്ലാത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു ഷീറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ സെയിം സാധനം തന്നെ അതാ ഒരു ചീസ് പരട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാനത് കുറച്ച് മൊസറല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ രണ്ട് രീതി കാണിക്കുന്നത് ചീസ് വേണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫില്ലിംഗ് ഉണ്ടെങ്കിലും ചെയ്യാം. നമ്മളിപ്പോൾ കറിയിലുള്ള ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 ഉള്ളിയും ഒരു പച്ചമുളകും വാട്ടിയിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു ചിക്കൻ ഒന്ന് പിച്ചിട്ട് കഴിഞ്ഞാൽ ചിക്കൻ മസാല റെഡിയായി. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ എങ്ങനെയുള്ള ഫില്ലിങ്ങും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ ചീസ് വെച്ചതിന് ശേഷം ഫില്ലിങ്ങും വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് മടക്കിയിട്ട് അറ്റം ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാടങ്ങ് ശക്തിയിൽ പ്രസ് ചെയ്യൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ തിരിച്ചും പ്രസ് ചെയ്ത് ഇനി ഇതിനെ തിരിച്ചിടുക. നമ്മൾ മടക്കിയ ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള കംപ്ലീറ്റ് ചെയ്യാം. ഞാനിതെല്ലാം ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് ഓവനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് സാധാരണ ചെമ്പ് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ടെമ്പറേച്ചറിൽ കൂടുതൽ സമയം വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത് കേട്ടോ. 160 ഡിഗ്രിയിൽ ഞാൻ 1 മണിക്കൂറാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾ ചെമ്പിലാണ് ചെയ്യണമെങ്കിൽ മാക്സിമം ചെറിയ ചൂടിൽ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്യുക. ഇപ്പം ഞാൻ 1 മണിക്കൂർ ഇവിടെ ചെറിയ 160 ഡിഗ്രിയിൽ ഞാൻ ബേക്ക് ചെയ്ത് എടുത്ത പപ്സാണിത്. അടിപൊളിയാണ്. അപ്പം എന്താ പറയുക, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും അങ്ങനെ പൊടിയായിട്ട് നമ്മളെ കയ്യിൽ അങ്ങനെ ഭയങ്കര ക്രിസ്പി ആയിട്ട് മുരുമുരാന്ന് ഇങ്ങനെ വീഴൂല. ആ ഒരു രീതിയിലുള്ള പപ്സിൻ്റെ ഇതാണിത്. ഇപ്പോൾ കേട്ടല്ലോ ആ ശബ്ദമൊക്കെ. പക്ഷെ എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിയാണ്. എൻ്റെ അടുത്ത് മൈക്ക് ഓണാക്കാൻ വേണ്ടി വിട്ടുപോയതുകൊണ്ടാണ് ഈയിലൊന്നും ഈ ശബ്ദം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഭയങ്കര ഇതിൽ വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സോറി. മൈക്കിനൊരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. ഞാൻ ഓണാക്കിയിരുന്നു, പക്ഷെ അത് വിചാരിച്ച പോലെ ആയില്ല. അപ്പോൾ 2 രീതിയിലുള്ള ഇതും കണ്ടല്ലോ, 2 മസാലയും കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. എല്ലാവർക്കും സക്സസ് ആവും. അടിപൊളിയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.